ഇതുവരെ ഉണ്ടാക്കിയ വൺ ഓഫ് ദി ബെസ്റ്റ് ചിക്കൻ കറീസ് ആണിത്. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിലും ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഫസ്റ്റ് തന്നെ അതിൽ നമുക്ക് എണ്ണ ചൂടാക്കി അതിൽ കുറച്ച് സവോള വറുത്തെടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സവോള നമുക്ക് വറുത്തെടുക്കാം. ഇതിലാണ് കുറച്ച് ടൈം എടുക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ബാച്ചായിട്ട് സവോള ഇതുപോലെ വറുത്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട്. അതും കൂടി നന്നായി ഫ്രൈ ചെയ്ത് തരുമ്പോഴത്തേക്കും ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി അതേ എണ്ണയിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് മസാലാസ് വേണം. എല്ലാം ഞാൻ ക്യാപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഈ റെസിപ്പി ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നിയതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ബട്ട് താങ്ക് ഗോഡ് ഞാനിത് റെക്കോർഡ് ചെയ്ത്, കാരണം ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു ചിക്കൻ കറി ആയിരുന്നു. ഈ സവോള വറുത്തും കൂടെ കഴിഞ്ഞുകൊണ്ട് ഇറ്റ് വാസ് സോ ഗുഡ്. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ കെച്ചപ്പ് ആഡ് ചെയ്യുന്നത്. അതും കൂടി ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളം അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇഫ് യു വുഡ് ലൈക്ക് ടു ട്രൈ ഇറ്റ് ഔട്ട്. It's worth it, I swear. Thanks for watching. Bye.